മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഒത്താശയോടെയാണ് തൃശൂർ പൂരം കലക്കിയതെന്ന് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. ദേവസ്വത്തിലെ ചിലർ തൽപര കക്ഷികളുമായി ഗൂഢാലോചന നടത്തിയെന്ന് റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിക്ക് സെപ്റ്റംബറിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. RSS BJP നേതാക്കളുടെ പേര് മൊഴികളായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ് ഗൂഢാലോചന നടത്തിയത് എന്നത് റിപ്പോർട്ടിൽ പറയുന്നില്ല. വിനോദ് ചേരുന്നു. വിനോദ്, ഈ റിപ്പോർട്ടിൽ ADGPയുടെ കണ്ടെത്തലുകൾ പ്രധാനപ്പെട്ടത് എന്താണ്? എന്തുകൊണ്ടാവണം ADGP ഇതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പേര് ബോധപൂർവം ഒഴിവാക്കിയതെന്ന് വേണോ സംശയിക്കാൻ? സൈത്ത്, അത്യന്തം ഗുരുതരമായ പരാമർശങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. പ്രത്യേകിച്ച് തിരുവമ്പാടി ദേവസ്വമാണ് ഈ പൂരം അലങ്കോലപ്പെടുത്തുന്നതിന് ഒരു ഗൂഢാലോചന നടത്തുകയും ആ തരത്തിലുള്ള നീക്കം നടത്തിയതെന്നും പറയുന്നു. ഇത് തൽപര കക്ഷികൾക്ക് വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയുന്നില്ല. അതേസമയം മൊഴികളുടെ ഭാഗമായി RSS BJP നേതാക്കളുടെ പേരുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗോപാലകൃഷ്ണന്റെ പേരും വത്സൻ തില്ലങ്കേരിയുടെ പേരുമാണ് ഈ മൊഴികളുടെ ഭാഗമായി റിപ്പോർട്ടിൽ ചേർത്തിട്ടുള്ളത്. ഇതിനകം തന്നെ തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രതികരണം ഉണ്ടായി കഴിഞ്ഞു. ഇത് അംഗീകരിക്കാൻ കഴിയില്ല, ഏറ്റവും തെറ്റായ കാര്യമാണ് ADGP പറയുന്നതെന്ന നിലയ്ക്കാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഒരു മറുപടി ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CBI അന്വേഷണം എന്ന ആവശ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളും ഈ റിപ്പോർട്ടിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കണം. പൂരം അലങ്കോലപ്പെട്ട് 5 മാസം കഴിഞ്ഞിട്ടും അജിത് കുമാറിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിരുന്നില്ല. പിന്നീട് RSS നേതാക്കളുമായി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം പുറത്തു വന്നു. അതിന് പിന്നാലെയാണ് തിടുക്കപ്പെട്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരു പശ്ചാത്തലം, അത് അജിത് കുമാർ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു, തൃശ്ശൂരിൽ ഉണ്ടായിരുന്നിട്ടും തൃശ്ശൂർ പൂര സ്ഥലത്തുണ്ടായിട്ടും അവിടെ പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ ഇടപെടാൻ അജിത് കുമാർ തയ്യാറായില്ല എന്ന DGPയുടെ ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. അജിത് കുമാർ ഈ റിപ്പോർട്ട് പിന്നീട് കൈമാറുമ്പോഴും അത്തരമൊരു കുറിപ്പ് ചേർത്താണ് സർക്കാരിന് DGP റിപ്പോർട്ട് കൈമാറിയത്. അതായത് അജിത് കുമാറിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല, നേരത്തെ തന്നെ DGP കൈക്കൊണ്ടിരുന്നില്ല. DGP റിപ്പോർട്ട് സർക്കാരിന് കൈമാറുമ്പോഴും അതിൽ ചേർത്തിരുന്ന കാര്യം എന്തുകൊണ്ട് അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നിട്ടും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന് മനസ്സിലാകുന്നില്ല എന്ന കാര്യമാണ്. മാത്രമല്ല, അജിത് കുമാർ ഈ റിപ്പോർട്ട് നൽകിയ സമയത്ത് തന്നെ വന്ന വിവരം അങ്കിത് അശോകിനെ കൂടി വെള്ളപൂശിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് എന്ന കാര്യമാണ്. കാരണം അവിടെ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന ആളാണ് അങ്കിത് അശോകൻ. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് അങ്കിത് അശോകനോട് നീരസമുണ്ടായിരുന്നു, അത് പൂരസമയത്ത് അവർ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഈ അലങ്കോലപ്പെടുത്തുന്നതിന് ചില പോലീസുകാരുടെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായി എന്ന പരോക്ഷ വിമർശനമാണ് അജിത് കുമാർ ഈ റിപ്പോർട്ടിലൂടെ പറയുന്നത്. വിനോദ്, ഒന്ന് തുടരുക. G രാജേഷ്, പാറമേക്കാവ് ദേവസ്വം, അദ്ദേഹം കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ രാജേഷ്, ഈ വിഷയത്തിൽ ADGPയുടെ റിപ്പോർട്ട്, മുമ്പ് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഒരു വട്ടം ചർച്ച ചെയ്യാതാണ്. പക്ഷേ അദ്ദേഹം വളരെ രൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടിന്റെ പകർപ്പിൽ വ്യക്തമാവുന്ന കാര്യം. പിന്നീട് ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ദേവസ്വങ്ങൾ ഗൂഢാലോചന നടത്തിയെന്ന കണ്ടെത്തൽ ഒരു ADGPയാണ് നടത്തിയിരിക്കുന്നത്. ശ്രീ രാജേഷ്, അല്ല, ഇതിലൊരു ADGP തന്നെയാണ് ദേവസ്വങ്ങൾ ഗൂഢാലോചന നടത്തിയെന്ന കാര്യം പറയുന്നത്, കൃത്യമായി പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ സ്വീകരിച്ചിട്ടില്ലല്ലോ, പിന്നെ അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, സർക്കാർ സ്വീകരിച്ചോ ഇല്ലയോ അത് പിന്നീട് കൂടുതൽ അന്വേഷണങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അത്തരം പ്രഖ്യാപനങ്ങളും ഇപ്പൊ ത്രിതല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അതെ, അതിന്റെ ഇത് വരട്ടെ പുറത്ത്, അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ADGP ഇത്തരം രൂക്ഷമായ പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ദേവസ്വങ്ങൾ, നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടി ഒത്തുകളി അവിടെ നടത്തിയിട്ടുണ്ടോ? ഞങ്ങളുടെ പേരില്ലല്ലോ, പാറമേക്കാവ് ദേവസ്വത്തിന്റെ പേരില്ല. പാറമേക്കാവിന്റെ പേരില്ല, തിരുവമ്പാടിയുടെ പേരാണ് ഉള്ളത്. പക്ഷേ ദേവസ്വങ്ങളുടെ പേര് കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. ഇതിൽ അങ്ങനെ ഒരു ഒത്തുകളി നടന്നു എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഞങ്ങൾ ഒരിക്കലും സംശയിക്കില്ല. എന്തുകൊണ്ടെന്നാൽ പൂരം ഒരു കൊല്ലത്തെ പ്രയത്നം കൊണ്ട് നമ്മൾ പ്രയത്നിച്ച് കാത്തിരിക്കുന്ന ഒരു വലിയ സംഭവമാണ്. അതിനെ ആരും കൂട്ടു നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അത് അലങ്കോലപ്പെടുത്താനായിട്ട് എന്ത് ലാഭത്തിനാണെങ്കിലും ആരും ചെയ്യില്ല. അത് അതാണ് രാജേഷ് വ്യക്തമാക്കുന്ന പാറമേക്കാവ്. എന്തായാലും നമുക്ക് തിരുവമ്പാടി ദേവസ്വത്തിന്റെ കൂടി പ്രതികരണം ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുണ്ട്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ കുറച്ചാളുകൾ മാത്രം വിചാരിച്ചാൽ പൂരം കലക്കാനാകില്ലെന്ന് ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ. ADGP അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ മതിയായ തെളിവുകൾ ഇല്ലാത്തതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. റിപ്പോർട്ടിലുള്ളത് അജിത് കുമാറിന്റെ മാത്രം നിരീക്ഷണങ്ങളാണ്. പ്രശ്നം നടക്കുമ്പോൾ ADGPയും 3500-ലധികം പോലീസുകാരും അവിടെ ഉണ്ടായിരുന്നു. കേസ് അന്വേഷണം CBIക്ക് വിടണമെന്നും K. ഗിരീഷ് കുമാർ പ്രതികരിക്കുന്നു.
ഇതൊരു ADGPയുടെ വേർഷനിലുള്ള അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. 13,500 പോലീസുകാർ, ഇവിടുത്തെ ഇന്റലിജൻസ്, ഇതെല്ലാം ഉണ്ടായിട്ടും ഈ തിരുവമ്പാടി ദേവസ്വത്തിലെ കുറച്ച് ആൾക്കാർ വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു സംഭവം, ഇത്രയും വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ പോലീസുകാരുള്ള കേരളത്തിലെ പോലീസാണ് ഏറ്റവും നല്ല പോലീസ് എന്ന് പറഞ്ഞ ആ പ്രൗഢിയുള്ള ആ പോലീസിന്റെ മേലധികാരി തന്നെ പറയാണ് ഇത് ഒരു തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രതിനിധികളാണ് ഇത് കലക്കിയത് എന്ന്, പൂരം കലക്കിയത് എന്ന് പറയുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുകയാണ്. ഇപ്പൊ ത്രിതലത്തില് 2 വിഭാഗം നമ്മളെ അന്വേഷണം ഹിയറിംഗ് നടത്തി കഴിഞ്ഞു. ഈ മൂന്നാമത് ആരാണോന്ന് അറിയില്ല. അതിന്റെ റിപ്പോർട്ട് വരട്ടെ. ഇത് വെറുതെ എന്താ പറയാ പുകമുറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു രീതിയാണ്. യെസ്, VS സുനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ VS സുനിൽകുമാർ, നിങ്ങളടക്കം വളരെ നാളുകളായി ഉന്നയിക്കുന്നതാണ് പൂരം കലക്കാൻ ബോധപൂർവമായ ഒരു ഗൂഢാലോചന നടന്നു എന്ന കാര്യം. പക്ഷേ അജിത് കുമാർ ഇക്കാര്യത്തിൽ തിരുവമ്പാടിക്കയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ റിപ്പോർട്ടിൽ പരാമർശിച്ചു എന്നതാണ് ഇപ്പോൾ ഈ ഉള്ളടക്കം പുറത്തു വരുമ്പോൾ വ്യക്തമാവുന്നത്. എന്താണ് ഇതിൽ? ഹലോ, ശ്രീ VS സുനിൽകുമാർ, അതായത് താങ്കൾ അടക്കം നേരത്തെ തന്നെ ഉന്നയിച്ചതാണ് പൂരം കലക്കാൻ ബോധപൂർവമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിൽ ഒത്തുകളി നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപം. അതിൽ MR അജിത് കുമാറിനെ നിങ്ങൾ പ്രതിപട്ടിൽ നിർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ MR അജിത് കുമാർ തന്നെ തിരുവമ്പാടി ഗൂഢാലോചന നടത്തി എന്നൊരു റിപ്പോർട്ട് കൈമാറിയിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്ല, അതില് ഒന്ന് സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിച്ച റിപ്പോർട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, സംസ്ഥാന ഗവൺമെന്റ് ഒരു ത്രിതല അന്വേഷണം നടത്തിയതിന്റെ അന്തിമ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് തൊട്ടു മുമ്പ് വിവരാവകാശ പ്രകാരം പോലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇപ്പോ പുറത്തു വന്നതിലൊരു ദുരൂഹത ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ തൃശൂർ പൂരത്തിനുണ്ടായിട്ടുള്ള ആ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തില് ഒരു ദേവസ്വത്തെ മൊത്തത്തിൽ പ്രതിക്കൂട്ടിലാക്കി നിർത്തുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല. കാരണം തിരുവമ്പാടി ദേവസ്വം എന്ന് പറയുന്ന ഒരു പൊതു സംവിധാനവും അവിടുത്തെ ജനങ്ങളൊന്നും ഒരു കാരണവശാലും പൂരത്തിന്റെ ഒരു ചടങ്ങ് അലങ്കോലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അതിനകത്തുള്ള ചില വ്യക്തികൾക്ക് അതിൽ പങ്കുണ്ടോ എന്ന കാര്യം ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതാണെന്ന് ഞാൻ എന്നെ ഒന്ന് കണ്ട ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ അഭിപ്രായം കൂടിയാണ്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് RSS, BJP, അവിടുത്തെ NDA സ്ഥാനാർത്ഥി അടക്കമുള്ളവർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു വരേണ്ടതാണ്. അത് ഈ റിപ്പോർട്ടില് മറച്ചു വെച്ചിരിക്കുകയാണ്. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പങ്കിനെ സംബന്ധിച്ചും ഇതിനകത്ത് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ഇവിടെ അന്ന് രാത്രി പൂരം വെടിക്കെട്ട് നടത്താതെ പൂരത്തിന്റെ ചടങ്ങുകളെല്ലാം നിർത്തിവെച്ച ഘട്ടത്തില് അന്നത്തെ കലക്ടറും പിന്നെ പോലീസ് മേധാവികളും അതുപോലെ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ നടത്തിയ ചർച്ചയിൽ കൊച്ചി ദേവസ്വം ബോർഡ് പിന്നെ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാരവാഹികളടക്കം പങ്കെടുത്തവര് അന്ന് എടുത്ത തീരുമാനമുണ്ട്. ആ തീരുമാനം എന്തായിരുന്നു എന്ന കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ആ തീരുമാനം 3 മണിയോടുകൂടി തന്നെ വെടിക്കെട്ട് നടത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ആ തീരുമാനം എടുത്ത് പുറത്തു വന്ന ആ ഭാരവാഹികളെ പുറത്തു വെച്ച് ഭീഷണിപ്പെടുത്തിയത് BJP, RSS നേതാക്കന്മാരാണ്. വത്സന്തില്ലെങ്കിൽ അടക്കമുള്ള ലക്ഷ്മണൻ അടക്കമുള്ള ആൾ പറഞ്ഞു, നിങ്ങൾ ഈ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല, തിരുവമ്പാടി ദേവസ്വത്തിനകത്ത് പോയിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് പോയില്ലായിരുന്നെങ്കിൽ അന്നത് രാത്രി തന്നെ വെടിക്കെട്ട് നടക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, അതിനുശേഷം അവിടെ പോയതിനു ശേഷം ഈ തിരുവമ്പാടി ഭാരവാഹികൾ ഇങ്ങോട്ട് വരാതിരുന്നതിന് കാരണം അവിടെ സുരേഷ് ഗോപി അവിടെ വരികയും പൂരത്തിന്റെ വെടിക്കെട്ട് രാവിലത്തെ വെടിക്കെട്ടിന്റെ ഒപ്പം നടത്താൻ തീരുമാനം എടുക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. സുരേഷ് ഗോപി അന്നത്തെ പൂരത്തിന്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കാതിരുന്ന സുരേഷ് ഗോപി എങ്ങനെയാണ് അന്ന് ഈ ആംബുലൻസിൽ കയറി ഇവിടെ എത്തിയത്, സംഭവ സ്ഥലത്തേക്ക് എത്തിയത് എങ്ങനെയാണ്? കാരണം തൃശൂർ ഔട്ട് ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്ക് പോലീസിന്റെ അനുമതി ഇല്ലാതെ ഒരു ആംബുലൻസിന് പോലും പ്രവേശിക്കാൻ കഴിയില്ല. അങ്ങനെ ബന്ധവസോടുകൂടി നിൽക്കുന്ന അതിനകത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അനുമതി എങ്ങനെ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എങ്ങനെ കിട്ടി? അതിനാരേത് പോലീസ് ഉദ്യോഗസ്ഥന്റെ അനുമതിയോട് കൂടിയിട്ടാണ് അദ്ദേഹം അവിടേക്ക് വന്നത്. അതോടൊപ്പം തന്നെ വരാഹി എന്ന് പറയുന്ന ഏജൻസി, ആ ഏജൻസിയുടെ പിന്നെ ഇവിടുത്തെ തൃശ്ശൂരിന്റെ ഈ ചോല വഹിക്കുന്ന വ്യക്തിയുടെ നിർദ്ദേശപ്രകാരമാണ് സേവാഭാരതിയുടെ ആംബുലൻസ് ഇങ്ങോട്ട് വന്നതെന്ന് സേവാഭാരതി ആംബുലൻസ് ഡ്രൈവർ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ BJP, RSSന്റെ എല്ലാ കുതന്ത്രങ്ങൾക്കും ഈ രാഷ്ട്രീയമായ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന വരാഹിയുടെ നേതൃത്വം കൊടുക്കുന്ന ആൾ എങ്ങനെയാണ് ഇവിടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നത്? അയാളാണ് സുരേഷ് ഗോപിയെ അവിടെ കൊണ്ടുപോകുന്നത്.
അവിടെ ഈ പൂരം അലങ്കോലപ്പെടുന്ന സന്ദർഭത്തിൽ ഇത്തരം ആളുകൾ മത്സ്യം ലംഘിച്ച് അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം എന്നുള്ളതും അതിനുശേഷം അവിടെ നടന്ന മുദ്രാവാക്യം വിളിച്ച് നടത്തിയ ബാരിക്കേഡ് പൊളിച്ച് RSS BJP നേതാക്കന്മാരെല്ലാം കൂടി പടിഞ്ഞാറ് നടയിലൂടെ പ്രകടനമായി വന്നതിന് വേണ്ടിയിട്ടാണ്. അതിനെ സംബന്ധിച്ച വിവരങ്ങൾ അതിനകത്തില്ല. അതിനുശേഷം നടന്ന സംഭവങ്ങളെ സംബന്ധിച്ചെല്ലാമുള്ള വിശദമായ റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടാവുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം പറ്റിക്കൊണ്ട് റിപ്പോർട്ടാണെന്നൊന്നും പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഒരു തിരുവമ്പാടി ദേശത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. വ്യക്തമായി തന്നെ ഇതിനകത്ത് നടന്ന രാഷ്ട്രീയ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത്, RSS നേതാക്കന്മാര് താമസിച്ച ഹോട്ടലിൽ ആരൊക്കെ വന്നിട്ടുണ്ട് ഒക്കെ പരിശോധിക്കട്ടെ. എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമ്പോഴല്ലേ കറക്റ്റ് വിവരങ്ങൾ കിട്ടുന്നത്. ശ്രീ സുനിൽകുമാർ, ഇതിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ പേര് മാത്രം പരാമർശിക്കുന്നു. അതിൽ ADGP ഒരു ബോധപൂർവ്വ നീക്കം നടത്തി, അങ്ങനെ താങ്കൾ സംശയിക്കുന്നുണ്ടോ? ഇതിപ്പോ റിപ്പോർട്ടിനെ നമുക്കത് പൂർണ്ണ റിപ്പോർട്ടായിട്ട് അംഗീകരിക്കാനേ കഴിയില്ല. ഇത് ഭാഗികമായ റിപ്പോർട്ട് മാത്രമാണ്. അത് ചില ആളുകൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് കൂടി സംശയിക്കേണ്ടി വരുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ റിപ്പോർട്ടിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് നമുക്ക് ഈ പൂരം അലങ്കോലപ്പെട്ടതിന്റെ കാര്യം എന്താണെന്ന് നിഗമനത്തിലെത്താൻ ഇപ്പൊ സാധ്യമല്ല. ഏതായാലും ത്രിതല പഞ്ചായത്തിന്റെ ത്രിതല ഗവൺമെന്റ് തല അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഒരു കറക്റ്റ് വിവരങ്ങൾ നമുക്ക് അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റൂ. ഈ ചിലരെ രക്ഷിക്കാനെന്ന് ഉദ്ദേശിച്ചത് പാറമേക്കാവിലെ അവർ നേരത്തെയും ചില ആക്ഷേപങ്ങൾ നേരിടുന്നവരാണ്, അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ ബോധപൂർവ്വ ശ്രമം നടത്തി. ഇല്ല, പാറമേക്കാവിലെ ഈ പൂരം അലങ്കോലപ്പെട്ടതിൽ ഒരു ബന്ധമില്ല ആൾക്കാരല്ല. വെറുതെ പാറമേക്കാവിനൊന്നും അത് വെച്ചേക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം കൂടി, ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ എന്തുകൊണ്ടാണ് വിവരാവകാശ നിയമപ്രകാരം പോലും പുറത്തു കൊടുക്കില്ലെന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇപ്പോൾ എങ്ങനെ പുറത്തു വന്നു എന്ന ചോദ്യം, അത് ബോധപൂർവമായി ഇതിനകത്ത് എന്ത് നീക്കം നടന്നു എന്നാണ് താങ്കൾ സംശയം? അതും ഈ ത്രിതല അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ട കാര്യമാണ്. എങ്ങനെ ഇത് പുറത്തു വന്നു എന്നുള്ളത് ഈ ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പറയേണ്ട ഒരു കാര്യമാണെന്ന് ഞാനിപ്പോ ആവശ്യപ്പെടുകയാണ്. അല്ല, അതിലും ഈ ഉദ്യോഗസ്ഥ തല ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ അജിത് കുമാറിന് വേണ്ടി ഒരു സംഘം പ്രവർത്തിച്ചു എന്ന് കരുതുന്നു. അറിയണമെങ്കിൽ അന്വേഷണം പോലീസിന് പോലും പുറത്തുവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ പുറത്തു വരുന്നത് എങ്ങനെയാണ് അറിയണ്ടേ? യെസ്, എന്തായാലും നന്ദി സുനിൽകുമാർ പ്രതികരിച്ചത്. വിനോദ്, ഇക്കാര്യത്തിൽ സുനിൽകുമാർ മുന്നോട്ട് വയ്ക്കുന്ന വാക്കുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. എന്തുകൊണ്ട് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നു? ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ടെന്നുകൂടിയാണ് സുനിൽകുമാർ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ സർക്കാർ തള്ളിക്കളഞ്ഞ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നത്, അതിന് പിന്നിൽ ഈ സുനിൽകുമാർക്ക് ഉന്നയിക്കുന്ന പോലെയുള്ള ഗൂഢാലോചന വാദത്തിന് എത്ര കണ്ട് കഴപ്പുണ്ട് വിനോദ്? ഇപ്പോൾ CPM ജില്ലാ സമ്മേളനങ്ങൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ വലിയ വിമർശനമാണ് ആഭ്യന്തര വകുപ്പിനെതിരെ ഉയരുന്നത്. മാത്രമല്ല, MR അജിത് കുമാറിനെ DGP സ്ഥാനത്തേക്ക് ഉയർത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. അക്കാര്യത്തിലും പ്രതിനിധികൾ വലിയ വിമർശനമാണ് ഉയർത്തിയത്. MR അജിത് കുമാറിന് DGP ആകണമെങ്കിൽ അദ്ദേഹം നിയമപരമായി പോരാട്ടം നടത്തട്ടെ, കോടതിയിൽ പോയി അങ്ങനെ ആകട്ടെ എന്ന കാര്യമാണ് പ്രതിനിധികൾ കഴിഞ്ഞ ദിവസവും ചർച്ചയിൽ പറഞ്ഞത്. അങ്ങനെ ഒരു മുൾമുനയിൽ നിൽക്കുമ്പോൾ അജിത് കുമാറിന്റെ പേരിൽ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും വലിയ വിമർശനം നേരിടുമ്പോഴാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നത്, അതിൻ്റെ ഭാഗങ്ങൾ പുറത്തു വരുന്നത്. അതിൽ ക്ലീൻ ചിറ്റ് എന്ന നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ. അനധികൃത സ്വത്ത് സമ്പാദനം ഉണ്ടായിട്ടില്ല. PV അൻവറിന്റെ ആരോപണങ്ങൾ അപ്പാടെ തള്ളുന്ന തരത്തിലാണ് ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണം ചെന്ന് നിൽക്കുന്നത്. ഒരുപക്ഷെ 2 ആഴ്ച കഴിയുമ്പോഴേക്കും സർക്കാരിന് ഈ റിപ്പോർട്ട് സമർപ്പിക്കും. അതോടൊപ്പം തന്നെയാണ് സെപ്റ്റംബറിൽ അജിത് കുമാർ DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും പുറത്തു വരുന്നത്. ഇതെല്ലാം തന്നെ ഇപ്പോൾ ഈ CPM ചർച്ചകളുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിനെതിരെയും അജിത് കുമാറിനെതിരെയും അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന നിലയിൽ കാര്യങ്ങൾ വരുമ്പോൾ അജിത് കുമാറിനെ വെള്ളപൂശുന്ന തരത്തിൽ അല്ലെങ്കിൽ അജിത് കുമാറിന്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായില്ല എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ രേഖകൾ വരുന്നു എന്ന വിമർശനമാണ് വരുന്നത്. ഏതായിരുന്നാലും ഇതെല്ലാം തന്നെ വസ്തുതാപരമാണ്, അന്വേഷണങ്ങൾ ഉള്ളതാണ്, നേരത്തെ സമർപ്പിച്ച റിപ്പോർട്ടാണ്. പക്ഷേ ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അത് എന്തുകൊണ്ട് വൈകി എന്നത് ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. പൂരം അലങ്കോലപ്പെട്ട് 5 മാസത്തോളം വെറുതെ ഇരുന്ന ADGP ഏറ്റവും ഒടുവിൽ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വിവരം പുറത്തു വരികയും അത് വിവാദമാകുകയും ചെയ്തതിന് പിന്നാലെയാണ് തിടുക്കപ്പെട്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞ ശേഷം ഇങ്ങനെ തിരുവമ്പാടി ദേവസ്വത്തെ അടക്കം കുറ്റപ്പെടുത്തിയുള്ള പരാമർശങ്ങൾ വരുമ്പോൾ അതിൽ എത്രമാത്രം വസ്തുതയുണ്ട്, എത്രമാത്രം ശരിയുണ്ട് എന്ന ചോദ്യം കൂടി ഒരു വശത്ത് ഉയരുകയാണ്. സൈത്ത്, യെസ്, വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇതിന് രാഷ്ട്രീയ വിവാദം ചെറുതായിരിക്കില്ല ഇതിൽ ഉണ്ടാവുന്നത്. ഒപ്പം വിനോദ, ഒരു കാര്യം, ഇത് സർക്കാർ കേന്ദ്രങ്ങൾ എങ്ങനെ ഇത് പുറത്തുപോയി, അതിനെന്തെങ്കിലും സൂചനകൾ പങ്കുവയ്ക്കുന്നുണ്ടോ? കാരണം സുനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ വിവരാവകാശ നിയമപ്രകാരം പോലും പുറത്തു വരില്ല എന്ന് അവകാശപ്പെട്ടിരുന്ന സർക്കാർ നിലപാടെടുത്തുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഈ CPM സമ്മേളന സാഹചര്യത്തിലൊക്കെ ഇത് സ്വാഭാവികമായും ആ തരത്തിൽ കൂടി ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ലേ?
സൈത്ത്, ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ ഇത് മുഖവിലേക്ക് സർക്കാർ എടുത്തിട്ടില്ല എന്നത് തന്നെയാണ് ആവർത്തിച്ചുള്ള വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയുന്നവരുടെ പ്രതികരണം ആ നിലയ്ക്ക് തന്നെയാണ്. അത് ശരിയുമാണ്. കാരണം അതിനപ്പുറത്തേക്ക് ത്രിതല അന്വേഷണം എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. വിജിലൻസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ത്രിതല അന്വേഷണം തന്നെ DGP ഈ റിപ്പോർട്ടിന്മേൽ തന്നെ വീണ്ടും വിശദമായ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി DGPയോട് നിർദ്ദേശിച്ചിരുന്നു. ആ അന്വേഷണം നടക്കുന്നുണ്ട്. ADGP ലോ ആൻഡ് ഓർഡറിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ADGP ഇൻ്റലിജൻസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കാണ് വിജിലൻസിന്റെ അന്വേഷണം കൂടി നടക്കുന്നത്. 4 തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിൽ 3 അജിത് കുമാറിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. ഉദ്യോഗസ്ഥർക്കോ മറ്റ് ജീവനക്കാർക്കോ ഏതെങ്കിലും തരത്തിൽ പൂരം നടത്തിപ്പുമായി വീഴ്ചയുണ്ടായോ എന്ന കാര്യമാണ് ഒരു അന്വേഷണത്തിന്റെ ഭാഗമായുള്ളത്. അത് ADGP ലോ ആൻഡ് ഓർഡറിന്റെ ഭാഗമായുള്ള അന്വേഷണമാണ്. ഇന്റലിജൻസിന്റെയും DGPയുടെയും വിജിലൻസിന്റെയും ഒക്കെ അന്വേഷണം അജിത് കുമാറിനെ കേന്ദ്രീകരിച്ചാണ്. ഏതായിരുന്നാലും ഇത് നേരത്തെ സമർപ്പിച്ച റിപ്പോർട്ടും അതിന് മുകളിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ച കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ അത്ര കണ്ട് ശക്തിയുള്ള ആരോപണങ്ങളായി അവശേഷിക്കില്ല. ഇതെങ്ങനെ പുറത്തു വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നു എന്നതിനപ്പുറത്തേക്ക് ഈ റിപ്പോർട്ട് പുറത്തു വന്ന സമയമാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇപ്പോൾ CPM സമ്മേളനങ്ങളുടെ ഭാഗമായി ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും വലിയ വിമർശനങ്ങൾ നേരിടുമ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നു എന്നതാണ് പ്രാധാന്യം. അതിനപ്പുറത്തേക്ക് ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ, കണ്ടെത്തലുകൾ, അതിന്മേൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്ന സാഹചര്യമാണ് സൈത്ത്. യെസ്, അതാണ് സർക്കാർ തള്ളിക്കളഞ്ഞ റിപ്പോർട്ട് തന്നെയാണ് വീണ്ടും ചർച്ചയാവുന്നത്. അങ്ങനെ ചർച്ചയാവുന്നതിന് വേണ്ടി ബോധപൂർവമായി നീക്കം നടന്നു. ഇതാണ് ഉയരുന്ന രാഷ്ട്രീയ ആക്ഷേപം. കാരണം അജിത് കുമാറിന്റെ കണ്ടെത്തലുകൾ അത് അജിത് കുമാറിനെ സ്വാധീകരിക്കുന്ന നിലപാടുകൾ തന്നെയാണോ ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്നതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന സാഹചര്യം. ആ തരത്തിലേക്ക് തന്നെയാണ് ചർച്ചകൾ പോവുകയും ചെയ്യുന്നത്. വിനോദ്, ഈ ത്രിതല അന്വേഷണത്തിന്റെ നിലവിലുള്ള സാഹചര്യം എത്രയാണ്? ഈ 2 തവണ മൊഴിയെടുത്തു എന്ന് ഇപ്പോൾ ദിവസങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ ത്രിതല അന്വേഷണം എന്നത്തേക്ക് പൂർത്തിയാകും? അത് സംബന്ധിച്ചുള്ള ഒരു ഷെഡ്യൂൾ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ടോ വിനോദ്? DGP നടത്തുന്ന അതിൻ്റെ റിപ്പോർട്ട് വളരെ താമസിയാതെ തന്നെ സർക്കാരിന് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 1-2 മാസത്തിനുള്ളിൽ തന്നെ ആ റിപ്പോർട്ട് ഒരുപക്ഷെ സർക്കാരിന് മുന്നിലേക്ക് എത്തും. ഒരുപക്ഷെ 1 മാസത്തിനുള്ളിൽ തന്നെ ആ റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ADGP ഇൻ്റലിജൻസും ADGP ലോ ആൻഡ് ഓർഡർ നടത്തുന്ന അന്വേഷണങ്ങളുണ്ട്. അക്കാര്യത്തിൽ ഈ അന്വേഷണം എപ്പോഴേക്ക് അവസാനിക്കും, റിപ്പോർട്ട് എപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് വന്നതിൽ വ്യക്തതയില്ല. വിജിലൻസിൻ്റെ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ സർക്കാരിൻ്റെ കൈകളിലേക്ക് എത്തും. പക്ഷേ ഈ അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ സർക്കാർ ഒരു സമയക്രമം നിശ്ചയിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഒരു സമയപരിധി നിശ്ചയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എത്ര നാൾ നീണ്ടുപോകും എന്നതിൽ ഒരു ചോദ്യം അവശേഷിച്ചിരുന്നു. ഏതായിരുന്നാലും 2 റിപ്പോർട്ടുകൾ വൈകാതെ തന്നെ സർക്കാരിൻ്റെ കൈകളിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയും സൈത്ത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയം ADGP P. വിജയനും MR അജിത് കുമാറും തമ്മിലുള്ള ഒരു തർക്കം കൂടി അവശേഷിക്കുന്നുണ്ട്. അതിൻ്റെ വാർത്ത കൂടി നമ്മളിന്ന് നൽകിയിരുന്നു. അത് P. വിജയൻ MR അജിത് കുമാറിനെതിരെ DGPക്ക് നൽകിയ പരാതിയാണ്. ആ പരാതി ഇപ്പോൾ DGP ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട്, ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തനിക്ക് ബന്ധമുണ്ട് എന്ന തരത്തിൽ നേരത്തെ MR അജിത് കുമാർ ഉന്നയിച്ച ആരോപണം അത് ശരിയല്ല, അതിന്മേൽ അന്വേഷണം നടത്തണമെന്നാണ് വിജയൻ ആവശ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം, MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം, ഈ ത്രിതല അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു അന്വേഷണം നടത്തുന്നത് P. വിജയനുമാണ്. അങ്ങനെ IPS തലത്തിലെ ഒരു തമ്മിലടി കൂടി നിൽക്കുമ്പോഴാണ് ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട് സൈറ്റ്. യെസ്, IAS തലപ്പത്തിലെ പോര് വാർത്തയാവുന്ന ദിവസം തന്നെ ഈ ADGPയുടെ പഴയ റിപ്പോർട്ട് ചർച്ചയാവുന്നതിന് പിന്നിലും ഒരു ഗൂഢാലോചന എന്നതാണ് സാഹചര്യം. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിൻ്റെ തലപ്പത്ത് നടക്കുന്ന സംഘർഷ സാഹചര്യങ്ങൾ കൂടി ഇത് പ്രസക്തമാവുകയാണ്. എന്തായാലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നീക്കം കൂടി ഉണ്ടാവുന്നത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഇക്കാര്യത്തിൽ നിലപാടാണ്. ആരോപണ വിധേയരായ ADGP റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന തിരുവമ്പാടി ദേവസ്വം തന്നെ ഇക്കാര്യത്തിൽ തങ്ങൾക്കൊരു പങ്കുമില്ല എന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു അവരുടെ പ്രതികരണത്തിൽ. ഇതൊരു ADGPയുടെ വേർഷനിലുള്ള അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. 13,500 പോലീസുകാർ, ഇവിടുത്തെ ഇന്റലിജൻസ്, ഇതെല്ലാം ഉണ്ടായിട്ടും ഈ തിരുവമ്പാടി ദേവസ്വത്തിലെ കുറച്ച് ആൾക്കാർ വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു സംഭവം, ഇത്രയും വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ പോലീസുകാരുള്ള കേരളത്തിലെ പോലീസാണ് ഏറ്റവും നല്ല പോലീസ് എന്ന് പറഞ്ഞ ആ പ്രൗഢിയുള്ള ആ പോലീസിൻ്റെ മേലധികാരി തന്നെ പറയാണ് ഇത് ഒരു തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രതിനിധികളാണിത് കലക്കിയത് എന്ന്, പൂരം കലക്കിയത് എന്ന് പറയുമ്പോൾ
എനിക്ക് ലജ്ജ തോന്നുകയാണ്. ഇപ്പൊ ത്രിതലത്തില് 2 വിഭാഗം നമ്മളെ അന്വേഷണം ഹിയറിംഗ് നടത്തി കഴിഞ്ഞു. ഈ മൂന്നാമത് ആരാണെന്ന് അറിയില്ല. അതിന്റെ റിപ്പോർട്ട് വരട്ടെ. ഇത് വെറുതെ എന്താ പറയാ പുകമുറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു രീതിയാണ്. യെസ്, അതാണ് ഇക്കാര്യത്തിൽ തിരുവമ്പാടി ദേവസ്വം നടത്തിയ പ്രതികരണം. ഇക്കാര്യത്തിൽ രാഷ്ട്രീയവാദം തുടരുകയാണ്. എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നു? ഈ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യം തന്നെയാണ് വിവാദത്തിന് അടിസ്ഥാനമാവുക.